യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിന് വിരാമമായോ? പുതിയ സൂചനകൾ എന്നാൽ അങ്ങനെയല്ല. ഇന്നലെ വൈകുന്നേരം നമ്മൾ ആശ്വാസത്തോടെ കൊടുത്ത വാർത്ത യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നുവെന്നും 5 ദിവസത്തേക്കെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുമാണ്. പക്ഷേ ഇതിനോടുള്ള ഇറാന്റെ പ്രതികരണം, ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ്റെയൊക്കെ പ്രതികരണം മറിച്ചാണ്. ഒപ്പം ഇസ്രായേലും ഇതിനുശേഷം ചില ആക്രമണങ്ങൾ നടത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രായേലും ഇറാനും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ട്രംപിൻ്റെ മറ്റൊരു അടവ് നയം മാത്രമായി ഇതിനെ കണ്ടാൽ മതിയോ? നമ്മൾ ഈ വിഷയമടക്കം ചർച്ച ചെയ്യുന്നു. ഒപ്പം ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ്. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ അന്തിമ ചിത്രം ഇന്ന് തെളിയുകയും ചെയ്യും. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകൾ: അമേരിക്കയുടെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം തള്ളി ഇറാൻ. ട്രംപിന്റേത് സമയം നേടാനുള്ള തന്ത്രം. ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നില്ല. യുദ്ധം തുടങ്ങിവെച്ചത് ഇറാനല്ലെന്നും യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും വിശദീകരണം. കൊളംബിയയിൽ സൈനിക വിമാനം തകർന്നു വീണ് 34 മരണം. വിമാനത്തിലുണ്ടായിരുന്നത് 110 സൈനികർ. അപകടം പെറു അതിർത്തിക്ക് സമീപം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പത്രിക നൽകിയത് 1252 പേർ. കൂടുതൽ പേർ പത്രിക നൽകിയത് കൊടുവള്ളി മണ്ഡലത്തിൽ. വ്യാഴാഴ്ച വരെ പിൻവലിക്കാം. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതി വിധി ഇന്ന്. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട 6 പള്ളികളുടെ കാര്യത്തിൽ വിധി പറയും. തർക്കപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും കോടതി. വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന മോഹൻലാലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതിയെ സമീപിച്ചത് പരസ്യങ്ങളിലെയും AI ഉള്ളടക്കത്തിലെയും അനധികൃത ഉപയോഗത്തിനെതിരെ. യുദ്ധം അവസാനിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം വെറും പൊള്ളയോ? അല്ലെങ്കിൽ 5 ദിവസത്തെ വെടിനിർത്തൽ എന്ന ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് മറ്റൊരു അടവ് നയമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? എതിരാളികളായ ഇറാൻ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ചില പ്രസ്താവനകൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന്, ആരുമായും ഇറാൻ ചർച്ചയ്ക്ക് ഇതുവരെ സന്നദ്ധമായിട്ടില്ല എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ അവകാശവാദം ഇറാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആരുമായാണ് ട്രംപ് ചർച്ച നടത്തിയത് എന്ന കാര്യത്തിൽ പോലും ട്രംപിന് വ്യക്തതയില്ല. മറ്റൊരു വിഷയം, ഇസ്രായേൽ ഇറാന്റെ ചില മേഖലകളിൽ ആക്രമണം നടത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യൻ യുദ്ധം അതിൻ്റെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. തൽക്കാലത്തേക്ക് വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചത് ഇറാന്റെ പ്രത്യാക്രമണം ഭയന്നാണോ, അതോ തൽക്കാലത്തേക്കൊന്ന് മാറി നിന്നിട്ട് കൂടുതൽ പുതിയ യുദ്ധമുറകളിലേക്ക് മാറാനാണോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ കൂടി ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ഇതുവരെ ഇറാൻ അനുകൂലമായി പ്രഖ്യാപിച്ചിട്ടില്ല. ട്രംപിന്റെ തന്ത്രമെന്ന ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പ്രഖ്യാപനത്തിന് ശേഷവും ടെഹ്റാനിലേക്ക് ആക്രമണം നടക്കുന്നതും വളരെ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിപ്പോൾ ട്രംപ് പലപ്പോഴും നമുക്കറിയാം 48 മണിക്കൂർ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പിന്മാറണം, അവർ നിയന്ത്രണങ്ങൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന് പിന്നാലെ ഇത്തരം പ്രഖ്യാപനങ്ങൾ വരുന്നു. ഇതിനു മുൻപും ട്രംപ് ഇത്തരം വിരുദ്ധമായ പ്രസ്താവനകൾക്ക് വിരുദ്ധനായ ഒരു നേതാവ് കൂടിയാണ്, സംശയമില്ല. ട്രംപിനെ ഒട്ടും വിശ്വസിക്കാനാവില്ല എന്നത് എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അങ്ങനെ ഇതിനെ കണ്ടാൽ മതിയോ? ഏകപക്ഷീയമായി ഇത്തരം ഒരു കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നിൽ എന്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്? രജിത്ത്, ട്രംപിൻ്റെ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴും ഇറാൻ അതിനെ സ്വാഗതം ചെയ്തില്ല എന്നത് മാത്രമല്ല, ചില സംശയങ്ങൾ കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഈ 5 ദിവസത്തെ വെടിനിർത്തൽ, അത് ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ഒരു നിലപാടിലേക്കാണ് ട്രംപ് പോയിട്ടുള്ളത്. അതിനടിസ്ഥാനമായി പറയുന്നത് ഇറാനിലെ ആത്മീയ നേതാവുമായി സംസാരിച്ചു, അങ്ങനെ ഒരു അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയി എന്നതാണ്. പക്ഷേ അവിടെയാണ് ഇറാൻ സംശയം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച നടത്തിയതായി
ഇറാന് ഒരു സ്ഥിരീകരണവുമില്ല. അവർ അക്കാര്യം നിഷേധിക്കുകയാണ്. മാത്രമല്ല ഇറാനിലെ വാർത്താ ഏജൻസി ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ നിലപാട് പൂർണ്ണമായി തള്ളുന്ന നിലയിലേക്കാണ് അവരുടെ റിപ്പോർട്ടുകൾ വരുന്നത്. ആ തരത്തിലാണ് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നതെന്നാണ് ഈ വാർത്താ ഏജൻസി അവരുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ട്രംപിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം US-ഉം ഇറാനുമായി ഇനി നിയന്ത്രിക്കും എന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു ആവശ്യമല്ല ഇസ്രായേലോ അമേരിക്കയോ മുന്നോട്ട് വെച്ചത്. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് തുടങ്ങിയ യുദ്ധം അതെങ്ങനെ ഹോർമൂസിൻ്റെ നിയന്ത്രണം എന്ന താല്പര്യത്തിലേക്ക് ഏറ്റവും ഒടുവിൽ അമേരിക്ക എത്തുന്നു എന്ന ചോദ്യമാണ് വരുന്നത്. യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഉന്നയിക്കാത്തൊരു കാര്യം എങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ അതിന്മേലുള്ളൊരു താല്പര്യമായി അമേരിക്കയ്ക്ക് ഇത് വന്നു ചേരുന്നു എന്ന സംശയം ഉണ്ടാകുന്നു. മാത്രമല്ല ഇറാൻ ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അധിക ചുങ്കം ഏർപ്പെടുത്താനുള്ള തീരുമാനമെടുത്തിരുന്നു. കപ്പലുകൾ കടന്നു പോകുന്നതിന് ഇന്ത്യൻ രൂപ ഏതാണ്ട് 18 കോടി രൂപ അവർക്ക് താരിഫായി ലഭിക്കുന്ന തരത്തിലുള്ള ചില നടപടികളിലേക്ക് ഇറാൻ കടന്നിരുന്നു. ഏതായിരുന്നാലും ഇറാൻ സംശയിക്കുന്നത് ഇത് ആയുധ വിന്യാസത്തിനുള്ള സമയം കൂടുതലായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിക്കുന്നതിന് വേണ്ടി ഈ താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെയാണ് ആഗോളതലത്തിൽ ഇന്ധന വിലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത്. ഇത് നിയന്ത്രിക്കുക ഇപ്പോൾ അമേരിക്കയ്ക്കും ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെ കൂടി ഇറാൻ ആക്രമിക്കുന്ന നിലയുണ്ട്. അവർക്ക് എണ്ണ വിൽപ്പനയിലൂടെയാണ് പ്രധാനമായും ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെല്ലാം തന്നെ പിടിച്ചു നിൽക്കുന്നത്. അത്തരത്തിൽ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സമയം ക്രമീകരിക്കുക. മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ അമേരിക്കയുമായി സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ അവിടെയൊക്കെ തന്നെ ഈ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകരുത്, അതിന് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ട്രംപിൻ്റെ ഒരു തന്ത്രമായാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഇറാൻ കാണുന്നത്. ഇറാൻ ഈ ആക്രമണ സമീപനത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ പറയുന്ന ഒരു കാര്യം ഈ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടേണ്ടത് അമേരിക്കയോടാണ്. കാരണം ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. അവരെല്ലാം അമേരിക്കയോട് ആവശ്യപ്പെടണം എന്നൊരു നിലപാടിലേക്കാണ് ഇറാൻ പോകുന്നത്. കാരണം യുദ്ധം തുടങ്ങിയത് തങ്ങളല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. മാത്രമല്ല ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അത് അമേരിക്കയ്ക്ക് ഇടം നൽകിയിട്ടുള്ള ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ നടത്തുന്നൊരു ആക്രമണമല്ല. ഇപ്പോൾ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിക്കുന്നത്, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ. അതിനപ്പുറത്തേക്ക് ഈ രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കുന്ന നിലയിലേക്ക് ഇറാൻ മാറുമെന്ന വളരെ ശക്തമായ ഒരു നിലപാട് കൂടി ആ രാജ്യം കൈക്കൊള്ളുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഓഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആഗോള ക്രൂഡ് വിലയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പ്രഖ്യാപനം വന്ന ശേഷം ഗണ്യമായി ക്രൂഡ് വില കുറയുകയാണ്. ഇപ്പോൾ ബാരലിന് $90 എന്ന നിലയിലേക്ക് വന്നിരുന്നു. ഇത് $114 വരെയൊക്കെ പോയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വില, ഇന്നത്തെ ഏറ്റവും പുതിയ വില ബാരലിന് $90 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. സ്വർണ്ണവില ഒരു ഘട്ടത്തിന് ശേഷം ഉയരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തിൽ താഴേക്ക് സ്വർണ്ണവില പോയിരുന്നു. അങ്ങനെ സ്വർണ്ണവില ഉയരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല പൊതുവിൽ ഓഹരി വിപണിയിലും ഉണർവുണ്ട്. കഴിഞ്ഞ ദിവസം 13 ലക്ഷം കോടിയുടെ നഷ്ടമാണ് നിക്ഷേപകർക്ക് സംഭവിച്ചത്. അവിടെ നിന്ന് ഓഹരി വിപണിയും കരകയറുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. രഞ്ജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ലോകരാജ്യങ്ങൾക്ക് ഇന്നലെ ആശ്വാസം എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. അത്തരത്തിലൊരു സമാധാന ശ്രമമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നീക്കമോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇസ്രായേലിൻ്റെ ഔദ്യോഗിക പ്രസ്താവന ഉണ്ടാകുന്നില്ല. ടെഹ്റാനിലേക്കാണ് വിനോദ് ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ടെഹ്റാനിലെ വിവിധ മേഖലകൾ ആക്രമിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ട്. വലിയ നാശനഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ട്രംപ്, നമുക്കറിയാം, യുദ്ധം ആരംഭിച്ചത് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ചാണ്. ട്രംപ് ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേലും കൂടി അതിനോടൊപ്പമുള്ള അവരുടെ നിലപാട് പറയേണ്ടതുണ്ട്. അത് സംഭവിച്ചിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഈ ട്രംപിൻ്റെ പ്രഖ്യാപനത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല, ഈ പ്രഖ്യാപനം വന്ന ശേഷവും ഇറാനിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തി എന്നതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം. അമേരിക്കയെ സംബന്ധിച്ചൊരു വെല്ലുവിളിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അമേരിക്കയിൽ ഈ അവിടുത്തെ പ്രതിനിധി സഭകളിൽ വരുന്ന തിരഞ്ഞെടുപ്പുണ്ട്. അതായത് ഇപ്പോഴത്തെ സർക്കാരിനെ വിലയിരുത്തുന്ന തരത്തിലുള്ള ഒരു മിഡ് ടൈമിൽ വരുന്ന ഒരു വിലയിരുത്തൽ പരിശോധനയുണ്ട്. ആ ഘട്ടത്തിൽ ട്രംപിന് ഇപ്പോഴത്തെ നില തുടർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെയുള്ള പിന്തുണയിൽ ഇടിവ് വരുമെന്ന്
സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപും ഒപ്പമുള്ളവരും ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അമേരിക്കയിൽ പല ഒഫീഷ്യൽസും രാജിവെക്കുന്ന നിലയിലേക്ക് പോകുന്നു. ഈ യുദ്ധത്തെ എതിർത്തുകൊണ്ട് അവർ രാജിവെക്കുന്നുണ്ട്. കാരണം രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം നടത്തുന്നത്, ഇസ്രായേലിനെ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് സഹായിക്കാൻ ചാടിപ്പുറപ്പെട്ടത് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും കാര്യമായി ബാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ അമിത ദേശീയത കൊണ്ടുവന്നിട്ട് ട്രംപ് നടപ്പാക്കുന്ന പല വിഷയങ്ങളും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന നിലയിലാണ്. ഇന്ത്യക്കടക്കം അമിതമായ താരിഫ് ചുമത്തിയത് പിന്നീട് അമേരിക്കയിലെ യു.എസ്. സുപ്രീം കോടതി റദ്ദാക്കുന്ന നിലയുണ്ട്, അത് സ്റ്റേ ചെയ്യുന്ന നിലയുണ്ടായി. അതിന്മേലും വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നു, നിയമപോരാട്ടം നടക്കുന്നു. ട്രംപിന് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷമാണ് ഇനി പ്രതിനിധി സഭകളിൽ നിന്ന് ഒരു വലിയ തിരിച്ചുവിടൽ ഉണ്ടാകുമോ എന്ന ആശങ്ക ട്രംപിന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന് മേലുള്ള പരമാധികാരത്തിൽ പ്രസിഡന്റിൻ്റെ പദവിയിൽ ചില കുറവുകൾ വരും. പൂർണ്ണമായും രാജ്യത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന അധികാരം പ്രയോഗിക്കാൻ ട്രംപിന് കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു പ്രസിഡൻ്റായി അദ്ദേഹം മാറും. അങ്ങനെ ഒരു ആശങ്കയും ഭയവും ട്രംപിൻ്റെ മുമ്പിലുണ്ട്. മാത്രമല്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചാടിപ്പുറപ്പെടുകയും ഡിഗോ ഗാർഷ്യ പോലുള്ള US-ൻ്റെയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നു. ആ മിസൈൽ ആക്രമണം എന്നത് 4000 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ആ മിസൈൽ സഞ്ചരിച്ചു എന്നതാണ്. പരമാവധി 2000-2500 കിലോമീറ്റർ വരെയുള്ള മിസൈലുകൾ മാത്രമാണ്, ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഇറാൻ്റെ പക്കലുള്ളത് എന്ന ഒരു കണക്കുകൂട്ടലിലായിരുന്നു അമേരിക്കയും ഇസ്രായേലും. ആ തരത്തിലുള്ള വാർത്താക്കുറിപ്പുകളാണ് ആ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഡിഗോ ഗാർഷ്യ പോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ അകലെ ഉള്ള ഒരു പ്രദേശത്ത് ഇറാൻ ആക്രമണം നടത്തുമ്പോൾ യൂറോപ്പും ആഫ്രിക്കയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് പലയിടങ്ങളിലും സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഈ സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാൻ തക്ക ശേഷി ഇറാനുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടി അമേരിക്കയ്ക്ക് ഉണ്ടായി എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏതാണ് സാഹചര്യം? ഏതായാലും അമേരിക്ക ഏകപക്ഷീയമായി ട്രംപ് യുദ്ധം 5 ദിവസത്തേക്ക് നിർത്തിവെച്ചു എന്ന് പറയുമ്പോഴും ആ വാദം തള്ളിയാണ് ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് കാത്തിരിക്കാം. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. ഔദ്യോഗികമായ പ്രതികരണം ഇറാൻ്റെയും ഒപ്പം ഇസ്രായേലിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകണം. ഇസ്രായേൽ കൂടി ഈ സമാധാന ശ്രമത്തിൽ പങ്കാളിയായാൽ മാത്രമാകും ഈ പറഞ്ഞ പോലെ എന്താണ് ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊളംബിയയിൽ നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അവിടെ ഒരു സൈനിക വിമാനം തകർന്നു വീണു എന്നുള്ളതാണ്. 34 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 88 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. രാജ്യത്തിൻ്റെ തെക്കൻ അതിർത്തിയിൽ പെറുവിനോട് ചേർന്നാണ് ഈ അപകടമുണ്ടായത്. ഹർക്കുലീസ് C-130 വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് തകർന്നത്. പ്രദേശവാസികൾ ചേർന്നാണ് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇത് 110 പേരുണ്ടായിരുന്ന വിമാനത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനവാസ മേഖലയിലാണോ ഈ വിമാനം തകർന്നു വീണത്? മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യമാണോ ഇപ്പോൾ? ഇപ്പോഴും നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 125 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 111 പേർ ആർമി ഉദ്യോഗസ്ഥരും അതുപോലെ 11 പേർ ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരമുള്ളത്. ഇതിൽ 34 മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 88 പേർക്കാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് തകർന്നു വീണത്. അപകട കാരണം എന്താണെന്ന് നിലവിൽ ഇതുവരെയും വ്യക്തമായിട്ടില്ല. സംഭവത്തെപ്പറ്റി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊളംബിയയുടെ തെക്കൻ മേഖലയിൽ ഏതാണ്ട് പെറു അതിർത്തിയോട് ചേർന്നാണ് ഈ അപകടമുണ്ടായത്. ഈ അപകടമുണ്ടായ മേഖലയിൽ ആവശ്യത്തിനുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്നും തന്നെ അധികമില്ലായിരുന്നു. ഇതൊരു ആമസോൺ കാടിൻ്റെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന, ആമസോൺ കാട് തുടങ്ങുന്ന ആ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടൗൺ ആയിരുന്നു, ഒരു ചെറു പട്ടണമായിരുന്നു. ഇവിടെ 2 പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടങ്ങളിൽ ആവശ്യത്തിനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. തുടർന്ന് ഇവരെ ഇവിടെ വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ തകർന്നു വീണത് കാരണം ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിയെത്താൻ വേണ്ടി മറ്റ് സൈനികർ, മറ്റ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എണ്ണത്തിൽ കുറവായിരുന്നു. അത് കാരണമാണ് പ്രദേശവാസികളടക്കം ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. ഇവരെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രാഥമിക സുരക്ഷയൊക്കെ നൽകിയതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സമയമെടുത്തു. അപ്പോൾ അത് കാരണമാണ് മരണസംഖ്യ ഇത്രയധികം ഒരു 34 ആകാനുള്ള കാരണം. അതുമാത്രമല്ല, ഈ വിമാനം തകർന്നു വീണ വിമാനം എന്ന് പറയുന്നത് ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കമ്പനി
കമ്പനിയുടെ ഹെർക്കുലീസ് C-130 എന്ന് പറയുന്ന വിമാനമാണ്. ഈ കമ്പനിയിൽപ്പെട്ട വിമാനം ഇതിനു മുൻപേ ബൊളീവിയൻ സേനയുടെ ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു വിമാനം തകർന്നു വീണിരുന്നു. ബൊളീവിയയുടെ വളരെ ജനസാന്ദ്രതയുണ്ടായിരുന്ന ഒരു എൽ ആൾട്ടോ എന്ന് പറയുന്ന നഗരത്തിലാണ് ഈ വിമാനം തകർന്നു വീണത്. ആ ഒരു അപകടത്തിലും 20 മരണമുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഈ കമ്പനിയുടെ വിമാനത്തിന് തന്നെയാണ് ഇത്തരത്തിലൊരു കേടുപാട് സംഭവിക്കുന്നതും തകർന്നു വീഴുന്നതും. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു സംഭവത്തെ പറ്റി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കൊളംബിയയുടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ അറിയിച്ചത്. സംഭവത്തിൽ അദ്ദേഹം അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മരണസംഖ്യ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ജനവാസ മേഖല ഇപ്പോൾ അതിൽ 110ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു ഈ കൊളംബിയയുടെ വിമാനത്തിൽ എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. മരണസംഖ്യ ഉയർന്നു എന്ന വാർത്ത, കാര്യമായി ഉയരുന്നു എന്ന വാർത്തയൊക്കെയാണ് പല വിദേശ ചാനലുകളും മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു സമയം കൂടിയാണ് ഇത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുന്നു. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ആകെ 2118 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 1252 സ്ഥാനാർത്ഥികൾ ഇതിനകം പത്രിക നൽകിക്കഴിഞ്ഞു. പല മണ്ഡലങ്ങളിലും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപരന്മാർ കാര്യമായി ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളൊന്ന്. വ്യാഴാഴ്ച വൈകിട്ട് 3 വരെയാണ് പത്രിക പിൻവലിക്കാൻ കഴിയുക. ഇതോടുകൂടി സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഈ അപരന്മാരുടെ ഭീഷണി പ്രധാനമാണ്. 2238 പത്രികകളെന്ന് പറയുമ്പോൾ ഡമ്മി സ്ഥാനാർത്ഥികളുണ്ട്. ഒരു സ്ഥാനാർത്ഥി തന്നെ സമർപ്പിച്ച നിരവധി പത്രികകളുണ്ട്. ഇതൊക്കെ പിൻവലിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ എണ്ണം കുറയും. ഒപ്പം 1252 സ്ഥാനാർത്ഥികൾ എന്നുള്ളതിലും വലിയ വ്യത്യാസമുണ്ടാകും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമപരമായ ഈ പറഞ്ഞ പോലെ നടപടികൾ? രഞ്ജിത്ത്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നേരിട്ടൊരു പ്രശ്നം, മുന്നണിയിൽ നേരിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ പത്രിക സമർപ്പണത്തിനും പ്രചാരണത്തിനും അടക്കം, അതായത് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വളരെ കുറച്ച് സമയവും മാത്രമാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് ഇത് സമർപ്പിക്കാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനിയാണ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം. കാരണം സമർപ്പിച്ച രേഖകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ചെറിയ പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ പത്രിക തള്ളാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ സ്വാഭാവികമായി കാണുന്ന അപരന്മാരും നിരവധിയുണ്ട്. അവർ പത്രിക പിൻവലിക്കുമോ അല്ലെങ്കിൽ അവരുടെ പത്രിക തള്ളിക്കളയുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനി കൂടുതൽ പ്രചാരണത്തിലേക്ക് മുന്നണികൾ കടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പത്രികയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അല്ലെങ്കിൽ വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും അത് പരിശോധിക്കുന്ന ഒരു സമയമാണ് ഇനി. കൃത്യമായി പറയുകയാണെങ്കിൽ 14 ദിവസമാണ് ഇനി പ്രചാരണത്തിന് മുന്നണികൾക്ക് ലഭിക്കുക. ഇന്നടക്കം നോക്കുകയാണെങ്കിൽ 15 ദിവസം മാത്രമായിരിക്കും ലഭിക്കുക. ആ ദിവസത്തിനുള്ളിൽ വലിയ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിലെ എല്ലാ ജനവിഭാഗങ്ങളിലേക്ക് എത്തുക എന്നൊരു വലിയ പ്രതിസന്ധിയും കൂടി മുന്നണികൾക്ക് മുൻപിൽ നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാമനിർദ്ദേശ പത്രികയുടെ ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ കലക്ടറേറ്റിലും മറ്റും തിരുവനന്തപുരം ജില്ലയുടെ കണക്ക് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച പത്രികകൾ തന്നെ വളരെ അധികമാണ്. കാരണം ഈ ഒരു പത്രിക തയ്യാറാക്കുന്നത് കോൺഗ്രസിലെ സ്ഥിതിവിശേഷവും നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. കാരണം പട്ടിക വരാൻ തന്നെ വളരെ വൈകി. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കാനും അതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കാനും കാലതാമസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലും വലിയ തിരക്കുണ്ടായിരുന്നു. VD സതീശനടക്കം കഴിഞ്ഞ ദിവസമാണ് പത്രിക സമർപ്പണം നടത്തിയത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ അപരന്മാരുമുണ്ട് എന്നത് പ്രത്യേകതയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പത്രിക
പത്രികകൾ സമർപ്പിച്ചത് കൊടുവള്ളി മണ്ഡലത്തിലാണ്. 18 പത്രികകളാണ് അവിടെ സമർപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കാനുള്ള കൺവെൻഷനുകളും മറ്റും നടത്തുവാനായിരിക്കും ഇനി മുന്നണികൾ പ്രധാനമായും ലക്ഷ്യം വെക്കുക. അതിനൊപ്പം തന്നെ അപരന്മാരുടെ ശല്യം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമെന്നതും വരും ദിവസങ്ങളിൽ 26-ാം തീയതി വരെയാണ്. 26-ാം തീയതിക്കുള്ളിലാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയും ഉള്ളത്. വരും ദിവസങ്ങളിൽ 14 നേരത്തെ സൂചിപ്പിച്ചതിന് 14 ദിവസം കൊണ്ട് മണ്ഡലങ്ങൾ പൂർണ്ണമായും ഓടിയെത്താനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ മുന്നണികൾ. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പത്രികകൾ വ്യാഴാഴ്ചയോടുകൂടി അന്തിമ ചിത്രം വരും. അപരന്മാർ എത്ര പേർ മത്സരരംഗത്തുണ്ടാകും, ഡമ്മി സ്ഥാനാർത്ഥികളായി പത്രിക കൊടുത്തവരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം എത്ര സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളും, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന് വ്യാഴാഴ്ച വരെ കാത്തിരിക്കുകയും വേണം. പക്ഷേ കളം മുറുകി സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ മണ്ഡലങ്ങളിൽ തീവ്ര പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യവും നമുക്ക് കാണാം. കൊച്ചിയിൽ തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. കൊച്ചിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമുക്കറിയാം, ഇത്തവണ ചില കല്ലുകടിയൊക്കെ UDF ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തങ്ങളുടെ കോട്ടയായ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയായ കൊച്ചിയിൽ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായി എന്ന ആത്മവിശ്വാസം UDF-നുണ്ട്. മറുവശത്ത് LDF-ലാകട്ടെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നേരത്തെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയ പശ്ചാത്തലമുണ്ട്. സിറ്റിംഗ് MLA-മാരൊക്കെ ജനപ്രിയരാണ്, അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്താണ് അവിടുത്തെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, കൊച്ചിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, നഗരസഭാ ഭരണം തിരികെ UDF-ന് കിട്ടിയ പശ്ചാത്തലമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ജില്ലയിൽ UDF ഉണ്ടാക്കിയ സാഹചര്യമൊക്കെയുണ്ട്. അതൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഹായിക്കുമെന്നുള്ള ആത്മവിശ്വാസം UDF-നുണ്ട്. മറുവശത്ത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് LDF സ്ഥാനാർത്ഥികൾ ചർച്ചയാക്കുന്നത്. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്തായാലും 3 പാർട്ടികളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. UDF ഈ ഭരണം മാറും, മികച്ച ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ ഭരണത്തിലെത്തും എന്നൊരു ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങൾ അത് എപ്പോഴും UDF-ന് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. തൃക്കാക്കര ആയിക്കോട്ടെ, തൃപ്പൂണിത്തറ ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം, പെരുമ്പാവൂർ അടക്കമുള്ള മണ്ഡലങ്ങളൊക്കെ എപ്പോഴും UDF-ന് അനുകൂലമായി നിൽക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും എറണാകുളത്തെ വെച്ച് പുലർത്തുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പെരുമ്പാവൂരെത്തി അവിടെ മനോജ് പൂത്തേടത്തിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങും. ഇന്നലെ അദ്ദേഹം തന്റെ മണ്ഡലങ്ങളിൽ സജീവമായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി കൊച്ചിയിലെത്തി മുഹമ്മദ് ഷിയാസിന് വേണ്ടിയിട്ടൊക്കെ വലിയ രീതിയിൽ പ്രസംഗിക്കുകയും ഷിയാസ് അവിടെ ജയിച്ചു കയറുമെന്ന വലിയ ആത്മവിശ്വാസം പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു. ആലുവയിൽ അൻവർ സാദത്തിന് വേണ്ടി VM സുധീരനും അതോടൊപ്പം തന്നെ ദീപാദാസ് മുൻഷിയും ഉണ്ടായിരുന്നു. കൊച്ചിയിൽ EP ജയരാജൻ ഉണ്ടായിരുന്നു. PK ശ്രീമതി തൃക്കാക്കരയിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വത്തിന്റെ പ്രചാരണം അത് രാജേന്ദ്ര മൈതാനിയിലും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാ പാർട്ടികളും. മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ അവർ വീണ്ടും ഭരണം തുടരുമെന്നാണ് LDF-ന്റെ വിശ്വാസം. അതേസമയം തന്നെ 2020-യും തൊട്ടു പിന്നാലെ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, അഖിൽ മാരാരും അഞ്ജലി നായരുമാണ് ഇവിടെ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിൽക്കുന്നത്. അവരുമൊക്കെ ഇന്നലെ വളരെ വലിയൊരു റോഡ് ഷോയൊക്കെ അവരും സംഘടിപ്പിച്ചിരുന്നു. വലിയ ആത്മവിശ്വാസം തന്നെയാണ്. ഒരു മാറ്റം ഇത്തവണ എറണാകുളത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് 2020-യും. അതോടൊപ്പം തന്നെ ഇന്നലെ പത്രിക സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപരന്മാരും എറണാകുളം ജില്ലയിലുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തൃപ്പൂണിത്തറയിൽ KN ഉണ്ണികൃഷ്ണനെ ഒരു അപരനെ കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് ഇന്നലെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ കോതമംഗലത്ത് UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുപുറത്തിന് 2 അപരന്മാരുണ്ട്. ഒന്ന് പിണ്ടിമന സ്വദേശി ഷിബുവും മറ്റൊന്ന് ചെറുവട്ടൂർ സ്വദേശി ഷിബുവും. അങ്ങനെ 2 ഷിബുമാരാണ് പെരുമ്പാവൂരുള്ളത്. പിറവത്ത് അനൂപ് ജേക്കബിനായി അപരനുണ്ട്. സാബു ജേക്കബത്താണ് അദ്ദേഹത്തിന്റെ പേര്. ഒപ്പം കളമശ്ശേരിയിൽ P രാജീവിനും ഒരു അപരനുണ്ട്. ബിനാനിപുരം സ്വദേശി രാജീവാണ് P രാജീവിന്റെ അപരനാമത്തിൽ എന്തായാലും പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഒരു കൊച്ചിക്കാരി രാജിനിയും ഉണ്ട്. അതും വളരെ കൗതുകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. അങ്ങനെ പിന്നീട് പറവൂർ വരുമ്പോൾ VD സതീശന്റെ അപരനുണ്ട്. കൈതാരം സ്വദേശി KB സതീശനും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അപരന്മാരുടെ വലിയൊരു കൂട്ടം തന്നെ ഇത്തവണയും നമ്മുടെ എറണാകുളത്തും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 3 മുന്നണികളും ശക്തമായിട്ടുള്ള പ്രചാരണവും റോഡ് ഷോകളും പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ കൊണ്ടുവന്ന് കളം നിറയ്ക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് UDF. ഇത്തവണ കൈവിട്ടുപോയ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ കഴിയും, മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. അതേസമയം തന്നെ LDF വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്
ഉണ്ടായിരിക്കുന്നത്. 2020 വലിയൊരു മാറ്റത്തിനായി ഉണ്ട് എന്ന ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി അവരും മണ്ഡലങ്ങളിലെല്ലാം സജീവമായിട്ടുണ്ട്. മന്ത്രി പി രാജീവിന് വേണ്ടി ഇന്ന് എം സ്വരാജും റോഡ് ഷോയ്ക്കും പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങും. അത് വൈകിട്ട് 5 മണിക്കുമായിരിക്കും. അതാണ് കൊച്ചിയിലെ സാഹചര്യം. കൊച്ചിയിൽ ഇരുമുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. നവമിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. തളിപ്പറമ്പിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദന്റെ ഭാര്യ UDF കൺവെൻഷനിൽ പങ്കെടുത്തു. KP രമണിയാണ് തളിപ്പറമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തത്. നിലവിൽ CPM ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗമാണ് രമണി. TK ഗോവിന്ദന് കുടുംബത്തിന്റെ പിന്തുണ പോലുമില്ലെന്ന് കഴിഞ്ഞ ദിവസം MB ജയരാജൻ പറഞ്ഞതിന് പിന്നാലെയാണ് രമണി UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായത്. തൃത്താലയിൽ UDF സ്ഥാനാർത്ഥി VT ബൽറാമിനെ വെല്ലുവിളിച്ച് LDF സ്ഥാനാർത്ഥിയും മന്ത്രി കൂടിയായ MB രാജേഷ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനത്തിൽ പരസ്യ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടായിരുന്നു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത്. 10 വർഷം MLA ആയ VT ബൽറാം നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും 5 കൊല്ലം MB രാജേഷ് നടത്തിയ പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംവാദത്തിന് VT ബൽറാമിനെ ക്ഷണിച്ചത്. ബഹുമാന്യനായ UDF സ്ഥാനാർത്ഥിയെ വികസനത്തെക്കുറിച്ചുള്ളൊരു സംവാദത്തിന് ഞാൻ ക്ഷണിച്ചിട്ട് 24 മണിക്കൂറായിരിക്കുന്നു. ഇതുവരെ അദ്ദേഹത്തിൻ്റെ മറുപടിയൊന്നും കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. എൻ്റെ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹവും കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുമുണ്ടാകും. ഈ 2 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെയും എൻ്റെ 5 വർഷത്തെയും പ്രോഗ്രസ് റിപ്പോർട്ടുകൾ മുൻനിർത്തി നേരിട്ടുള്ള പരസ്യമായ ഒരു സംവാദത്തിനാണ് ഞാൻ അദ്ദേഹത്തെ വിനീതമായി ക്ഷണിച്ചത്. അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇതൊരു വെല്ലുവിളിയായി അദ്ദേഹം സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വികസനത്തെ കുറിച്ചുള്ള ഒരു സംവാദം, 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദം, 2 കൂട്ടരുടെയും പ്രോഗ്രസ് റിപ്പോർട്ടുകളെ കുറിച്ചുള്ളൊരു സംവാദം എന്തുകൊണ്ടും നന്നായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു. മലപ്പുറത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇടതുപക്ഷം നെട്ടോട്ടമായിരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അങ്ങാടിയിൽ നിന്നാൽ പിടിച്ചുകൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുമെന്ന് കരുതി ആളുകൾ അങ്ങനെ നിൽക്കാതെയായി. കേരളത്തിൽ CPM BJP അന്തർധാരയാണെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. ഇവിടെ സ്ഥാനാർത്ഥി നിർണയം ബാക്കിയുള്ളതൊക്കെ കണ്ടാൽ നമ്മൾ പറയാറില്ല, അവരുടെ ആ ദാരിദ്ര്യം നമുക്ക് മനസ്സിലാവും. കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളെ നിൽക്കുന്നതൊക്കെ കണ്ടാൽ അറിയാം. നമ്മുടെ ജില്ലയിലാണെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നെട്ടോട്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് കിട്ടുമോ, അങ്ങാടിയിലൊക്കെ കാര്യപ്പെട്ടവരൊക്കെ നിൽക്കാതായി, അവർ പിടിച്ചുകൊണ്ടേ സ്ഥാനാർത്ഥിയെ ആക്കുമോ എന്നുള്ള പേടിയിൽ ആയിപ്പോയി ആളുകൾ. ആ രീതിയിൽ സ്വതന്ത്രന്മാരെ കൊണ്ടുവരിക. പക്ഷേ രാഷ്ട്രീയമായ ഒരു ചില്ലറ അടിത്തറങ്കിലുള്ള ആരും കിട്ടിയില്ല. ഓരോ സ്ഥലത്തും ഇപ്പോൾ BJP 2ാം സ്ഥാനത്തുള്ളവർക്ക് ഇടതുപക്ഷ മുന്നണി 3ാം സ്ഥാനത്തുള്ളവർക്ക് അങ്ങനെ കുറേ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. മഞ്ചേശ്വരമുണ്ട്, കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്, അങ്ങനെ ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്, നേമത്ത്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പിൽ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ കണ്ടിട്ടാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാരും ഒക്കെ ഇവിടെ ഒരു അഭിശുദ്ധ സഖ്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായതോടെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഹാട്രിക് വിജയം ലക്ഷ്യം വെച്ചാണ് LDF രംഗത്തുള്ളതെങ്കിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. അതേസമയം അട്ടിമറി വിജയം ലക്ഷ്യം വെച്ച് NDAയും മത്സര രംഗത്ത് സജീവമാണ്. 10 വർഷം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന മണ്ഡലമാണ് നെയ്യാറ്റിൻകര. മണ്ഡലത്തിലെ ഭരണത്തുടർച്ച ലക്ഷ്യം വെച്ച് സിറ്റിംഗ് MLA ആൻസലനെ തന്നെയാണ് ഇത്തവണയും LDF രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ആൻസലന്റെ വിജയം. ഇത്തവണയും മണ്ഡലം കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് ആൻസലൻ. കിഫ്ബി വഴി 2,000 കോടി രൂപയുടെ വികസനം മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ച അനിവാര്യമാണെന്നും K ആൻസലൻ പറഞ്ഞു. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഏകദേശം 2,000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. അതിൽ പലതും പൂർത്തീകരിച്ചു, പലതും പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ്.
തീർച്ചയായും നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നെയ്യാറ്റിൻകര ടൗൺ. വടക്കിഞ്ചെന്ന നഗരസഭയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു വികസന സാധ്യത ഇവിടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പാർട്ട്, ലോജിസ്റ്റിക് പാർക്കെല്ലാം ഇവിടെ തന്നെ ടൗണിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്ഥലമെടുപ്പ് മറ്റ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങളും വികസനങ്ങളും ഒക്കെ സാധ്യമാക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള MLA ഉണ്ടാകണമെന്ന് ജനങ്ങൾ കരുതുന്നു. 2 തവണ കൈവിട്ടുപോയ മണ്ഡലം ഏത് വിധേനയും തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് നീക്കം. ഇതിന്റെ ഭാഗമായാണ് മുതിർന്ന നേതാവ് N ശക്തനെ തന്നെ രംഗത്തിറക്കിയതും. വിജയമുറപ്പിക്കാൻ ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ മണ്ഡലത്തിലെ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നുമുണ്ട്. നെയ്യാറ്റിൻകര ഉൾപ്പെടെ ഇത്തവണ 100-ലധികം സീറ്റുകളുമായി കോൺഗ്രസ് ഭരണത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ശക്തൻ. കഴിഞ്ഞ 2 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF നഷ്ടപ്പെട്ടതാണ് നെയ്യാറ്റിൻകര നിയോജകമണ്ഡലം. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടി എന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ആ നിയോജകമണ്ഡലത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കും, ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സംസ്ഥാന നേതാക്കന്മാർ പറയുന്നത് പോലെ 100 സീറ്റിൽ കുറയാതെ UDF ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്, ഒരു സംശയവുമില്ല. BJP ക്രമമായി വോട്ട് ശതമാനം കൂട്ടുന്ന നഗരസഭകളിലൊന്നാണ് നെയ്യാറ്റിൻകര. പുതിയ സംഘടനാ സംവിധാനം നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരന് ഇത് 2ാം ഊഴമാണ്. കഴിഞ്ഞ തവണ വലിയ മാർജിനിലാണ് ആൻസലിനോട് പരാജയപ്പെട്ടത്. ഇത്തവണ NDA തരംഗം കേരളത്തിൽ ഉടനീളം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാജശേഖർ. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറഞ്ഞാണെങ്കിൽ ഇപ്രാവശ്യം അതെല്ലാം നമ്മൾ കൂടുതൽ മാറുമെന്നുള്ളതാണ്. കാരണം ജനങ്ങൾ മാറി തുടങ്ങിയെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഫ്ലോ എങ്ങനെ വരുന്നു. കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആൾക്കാർ വിട്ട് വരികയാണ്. കാരണം സഹിക്കാൻ പറ്റാതെ മാറി വരികയാണ്. അപ്പോൾ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. നല്ല രാഷ്ട്രീയം, നാട്ടിന്റെ വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണെങ്കിൽ അവരെല്ലാം ഈ BJPയോട് ചേരുന്നുള്ള യാഥാർത്ഥ്യമാണ്. വലിയ മത്സരം പ്രതീക്ഷിക്കുന്ന നെയ്യാറ്റിൻകരയിൽ 2011 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ നെയ്യാറ്റിൻകര നഗരസഭ ഭരിക്കുന്ന മുന്നണി സംസ്ഥാനം ഭരിക്കാറുണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. ചരിത്രം ആവർത്തിക്കുമോ തിരുത്തി എഴുതുമോ എന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് 18 തിരുവനന്തപുരം. വർക്കലയിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി V. ജോയി ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത്. നേരത്തെ ഹാട്രിക് വിജയം നേടിയിട്ടുള്ള വർക്കല കഹാറാണ് UDF സ്ഥാനാർത്ഥി. CPM ഏരിയ കമ്മിറ്റി മുന്നംഗം അഡ്വക്കേറ്റ് സ്മിത BJPക്ക് വേണ്ടിയും രംഗത്തിറങ്ങുന്നതോടെ വർക്കലയിൽ പോരാട്ടം കടുക്കുകയാണ്. വ്യക്തമായ ഇടത് കൂറു പുലർത്തുന്ന രാഷ്ട്രീയ ചരിത്രമാണ് വർക്കല നിയമസഭാ മണ്ഡലത്തിന്റേത്. കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. 4 തവണ കോൺഗ്രസിനും വർക്കലക്കാർ അവസരം നൽകി. അതിൽ തന്നെ തുടർച്ചയായി 3 തവണ വിജയിച്ചത് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി വർക്കല കഹാറാണ്. 2016 V. ജോയിയോട് തോറ്റ കഹാർ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്. ഞങ്ങളുടെ റോഡ് ഷോയും അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള അനുകൂലമായ പ്രതികരണവും പിന്തുണയും ഞങ്ങളെ ആവേശഭരിതരാക്കുന്നു. വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണ്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സിറ്റിംഗ് MLAയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ ജോയിയുടെ മറുപടി. ഞാൻ ഇറങ്ങിയിടത്തോളം എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും പൊതുവായ കാര്യങ്ങളുമെല്ലാം ജനങ്ങൾക്ക് കൃത്യതയോടുകൂട്ടിയിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വേവലാതി ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ രംഗത്ത് നിൽക്കുന്നത്. ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചായിരുന്നു CPM ഏരിയ കമ്മിറ്റി അംഗം സ്മിത സുന്ദരേശനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തിറക്കിയ VDJS നേതാവിനെ പിൻവലിച്ചായിരുന്നു BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നുയർന്ന എതിർപ്പുകളെ മറികടക്കാനും ഇതിലൂടെ BJPക്കായി. പെട്ടെന്ന് തീരുമാനിച്ചതൊന്നുമല്ല, കുറച്ച് നാളായിട്ട്. അതായത് ഞാൻ CPM എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തെ മൊത്തത്തിലല്ല പറയുന്നത്, വർക്കലയിലെ CPMന്റെ നേതൃത്വത്തോടുള്ള വിയോജിപ്പാണ്, കടുത്ത വിയോജിപ്പാണ് എന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. CPM പാളയത്തിൽ നിന്നുള്ള നേതാവ് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് CPM വോട്ടുകൾ ചോർത്തുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്നാൽ BJP വോട്ടുകൾ UDFിലേക്ക് പോകുന്നു തടയാൻ സ്മിതയുടെ സ്ഥാനാർത്ഥിത്വം വഴിയൊരുക്കുമെന്ന് CPMഉം കണക്കുകൂട്ടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ CPMൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ഉള്ളതെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്. ഭരിക്കുമ്പോൾ CPM അണികളുടെ ഭാര്യമാർക്കും മക്കൾക്കും ജോലി നൽകി. സ്വജനപക്ഷപാതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിയമസഭാ സീറ്റ് നൽകുന്നതിൽ സ്വജനപക്ഷപാതമാണ് CPM സ്വീകരിച്ചതെന്നും മാർട്ടിൻ ജോർജ് വിമർശിച്ചു. ജില്ലയിൽ BJP CPM ഡീൽ ഉള്ളതായും നേരത്തെ ഇതുണ്ടായിരുന്നതാണെന്നും DC അധ്യക്ഷൻ
ന്യൂസ് 18 പറഞ്ഞു. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് കണ്ണൂർ മണ്ഡലത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ ഒരു കോൺഗ്രസിന്റെ വിജയപ്രതീക്ഷയുള്ളത്? കണ്ണൂരിൽ നല്ല വിജയപ്രതീക്ഷയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുള്ളത്. എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് കണ്ണൂരിലെ ഉള്ള എല്ലാ സീറ്റുകളിലും നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പിക്ചറിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ടായിരുന്ന സാധാരണയുള്ള തളിപ്പറമ്പ്, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ വിസ്മയങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ല ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഞങ്ങൾക്ക് ഉണ്ട്. ഈ പയ്യന്നൂരും അതുപോലെ തന്നെ തളിപ്പറമ്പും സംസ്ഥാന രാഷ്ട്രീയം തന്നെ ഏറെ ഉറ്റുനോക്കുന്നത്, എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു സാഹചര്യം? അവിടെ നല്ല വിജയപ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതല്ല ഞാൻ സൂചിപ്പിച്ചത്. കാരണം അവിടെ CPM-ൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് അഴിമതിയാണ് എങ്കിൽ മറ്റു സ്ഥലത്ത് സ്വജനപക്ഷപാതം. പയ്യന്നൂരിൽ അഴിമതിയുടെ പേരിൽ CPM എന്നും ആളുകൾ ആ പാർട്ടിക്കെതിരെ നിൽക്കുമ്പോൾ, തളിപ്പറമ്പ് എത്തുമ്പോൾ സ്വജനപക്ഷപാതമായ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അവർ ഭരിക്കുന്ന സമയത്ത് CPM-ൻ്റെ അണികൾക്ക് ജോലി കൊടുത്ത് സ്വജനപക്ഷം മാതാക്കന്മാരുടെ മക്കൾക്കും ഭാര്യമാർക്കും ജോലി കൊടുത്ത് സ്വജനപക്ഷപാതമായിരുന്നുവെങ്കിൽ രാഷ്ട്രീയത്തിൽ നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് കൊടുക്കുന്നതിലും സ്വജനപക്ഷപാതമാണ് CPM സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്നത് അയോഗ്യതയാണോ എന്നാണ് ശ്യാമള ചോദിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഒരിക്കലും അയോഗ്യതയല്ല. അങ്ങനെ പലരുടെ ഭാര്യമാരൊക്കെ മത്സരിക്കുന്നത്. പക്ഷേ അവരുടെ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അവർ പറയുന്നത് സെക്രട്ടേറിയറ്റിൽ, ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്. അവർ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും കൂടി സാധാരണ വർക്കർമാരുടെ പേരിൽ അടിച്ചേൽപ്പിച്ചതാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഈ കെ സുധാകരന് ഉണ്ടായ വിഷയങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും അദ്ദേഹവുമായുള്ള DCC-യുമായി ഒരു ബന്ധം പ്രചരണത്തിന് അധികം സജീവമായി ഉണ്ടാകും? കെ സുധാകരൻ കഴിഞ്ഞ് നടന്ന നിയമസഭ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിൽ നടന്ന എല്ലാ സ്ഥലത്തും തന്നെ അദ്ദേഹത്തിന് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും മീഡിയാസ് എല്ലാം കണ്ടതാണ്. അങ്ങനത്തെ യാതൊരുവിധ വിഷയങ്ങളും നമ്മളുടെ ഇടയിൽ ഇല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഈ ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിലാണ്. പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ഉന്നയിച്ച ഒരു ഡീൽ BJP LDF ഉണ്ടെന്നാണ്. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? കണ്ണൂർ ജില്ലയിൽ ആ ഡീല് നേരത്തെ തന്നെയുള്ള ഡീലാണ്. കണ്ണൂർ ജില്ലയിൽ കൃത്യമായിട്ട് ഡീലുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ വിഷയമില്ല. അവർ ബായി ആയിട്ടുള്ള ഇതാണ്. മട്ടന്നൂരിൽ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മിക്ക സ്ഥലങ്ങളിലും എന്തിനു പോകുന്നു? കണ്ണൂർ കോർപ്പറേഷനിൽ 4 സീറ്റ് BJP-ക്ക് കിട്ടിയ സ്ഥലങ്ങളിൽ CPM-ൻ്റെ വോട്ട് നിങ്ങൾ പരിശോധിക്കണം. ആ സ്ഥലങ്ങളിൽ BJP ജയിച്ച സ്ഥലങ്ങളിൽ CPM-ൻ്റെ കിട്ടിയ വോട്ട് എത്രയാണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. എന്തായാലും CPM-ഉം അതുപോലെ തന്നെ BJP-യും ഡീലുണ്ട് കണ്ണൂർ എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് പറയുന്നത്. വലിയ വിജയപ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നു. KB ബൈജു, ന്യൂസ് 18 കണ്ണൂർ. വിജയപ്രതീക്ഷ പങ്കുവച്ച് കൊട്ടാരക്കരയിലെ NDA സ്ഥാനാർത്ഥി R രശ്മി ജയിച്ചാൽ താലൂക്ക് ആശുപത്രിയുടെ വികസനം, പാർപ്പിടം, തൊഴിൽ, കേന്ദ്ര പദ്ധതിയിൽ ആരോഗ്യ മേഖലയിൽ മുന്നേറ്റം തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് രശ്മി വിശദീകരിക്കുന്നു. S വിനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി R രശ്മി ന്യൂസ് 18-നൊപ്പം ചേരുകയാണ്. ചേച്ചി, കടുത്ത ചൂടാണ്. ചൂടിനെല്ലാം വകവെച്ചുകൊണ്ടാണ് പ്രചരണങ്ങളൊക്കെ. എങ്ങനെയായി? 5-6 ദിവസം കൊണ്ട് രാവിലെ ഏകദേശം ഒരു 5:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുകയും തിരിച്ച് ഏകദേശം 12-12:30 ആകുമ്പോഴാണ് വീട്ടിലെത്തിച്ചേർന്നത്. ഒരു സമയം പോലും വെറുതെ കളയാതെ ഞാനും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും കൊട്ടാരക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, അതിശക്തമായ ചൂടാണ്. ഈ ചൂടിനെ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തകരും എനിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. നേതാക്കന്മാർ കൊടുക്കുന്ന നിർദ്ദേശം വളരെ കൃത്യമായി ഓരോ മണ്ഡലങ്ങളും ഓരോ ബൂത്തുകളും സജീവമായി അതിൽ ഇടപെടുന്നു എന്നുള്ളത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ്. കഴിഞ്ഞ ടൈമിൽ മത്സരിച്ചപ്പോൾ KN ബാലഗോപാലായിരുന്നു എതിർ സ്ഥാനാർത്ഥി. നല്ല മത്സരമായിരുന്നു. ഇപ്പോൾ ധനമന്ത്രിയും മണ്ഡലത്തിലെ MLA-യും കൂടിയാണ്. അപ്പം അതുപോലെ തന്നെ ഐഷ പൊറ്റി അറിയാം, മുൻ MLA ഒക്കെ ആയിരുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു മത്സരത്തെ? നമ്മൾ ഏതൊരു തെരഞ്ഞെടുപ്പിനെയും നേരിടുമ്പോൾ നമ്മുടെ എതിരാളികൾ ശക്തരാണെന്ന ബോധത്തോടെയാണ് ഓരോരുത്തരും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലഗോപാലാണ് LDF-ന്റെ സ്ഥാനാർത്ഥി. UDF-ന്റെ സ്ഥാനാർത്ഥി 3 തവണ ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച MLA ആണ്.
ആ 15 വർഷക്കാലം ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് ഐഷ പോറ്റി എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളും കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ ചെയ്തിട്ടില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും കൊടുക്കുന്ന കരം ഉപയോഗിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് അവർ കൊടുത്ത വികസനങ്ങൾ, ഇപ്പോൾ ഓരോ വീട്ടിലും ഇന്നലെയും ഇന്നുമായി അഭ്യർത്ഥനകളുമായി ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ പോകുന്നത് എനിക്ക് കാണാനായി സാധിച്ചു. അവർ വീടുകളിൽ ചെല്ലുമ്പോൾ പറയുന്നത് ഞങ്ങൾ പെൻഷൻ കൂട്ടി, ആനുകൂല്യങ്ങളെല്ലാം തന്നു, ലൈഫ് അടക്കം. നമുക്കറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന തന്നെ പേര് മാറ്റി ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ഈ ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് അതിൽ എത്ര ഗുണഭോക്താക്കളെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു. ഞാനൊരു താഴെത്തട്ടിലുള്ള ജനപ്രതിനിധി, 10 വർഷം ഗ്രാമപഞ്ചായത്ത് അംഗമായി നിലനിന്ന ഒരാളെന്ന നിലയിൽ ആ സമയത്ത് ധാരാളം വീടുകൾ നമുക്ക് പല പദ്ധതികളിലൂടെ നടപ്പാക്കാൻ സാധിച്ചു. പക്ഷേ ലൈഫ് എന്ന് പറയുന്ന പദ്ധതി വന്ന് ഈ മറ്റു പദ്ധതികളെ എല്ലാം ആകെ അട്ടിമറിച്ചു. അപ്പോൾ സാധാരണക്കാർക്ക് ഗുണകരമായ പദ്ധതികളൊന്നും തന്നെ ചെയ്യാനായി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. എന്താണ് പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ട് വെക്കുന്ന വികസന ലക്ഷ്യം? വികസന ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നും താലൂക്ക് ആശുപത്രിയിൽ സേവനത്തിന് വേണ്ടി ജനങ്ങൾ എത്തിച്ചേരുന്നു, രോഗികൾ എത്തിച്ചേരുന്നു. അതൊരു രോഗി സൗഹൃദമായിട്ടുള്ള ആശുപത്രി അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആവശ്യത്തിന് മരുന്നുകളില്ല, ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ല. പിന്നെ അതിന് ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു ചെന്നാൽ ആ ആശുപത്രിയുടെ അന്തരീക്ഷം എപ്പോഴും വളരെ വൃത്തിയും വെടുപ്പുമുള്ളതാവണം. അങ്ങനെയുള്ളൊരു താലൂക്ക് ആശുപത്രി അല്ല കൊട്ടാരക്കരയുടെ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിലുപരിയായി നമുക്കറിയാം, നമ്മുടെ ഇന്ന് യുവാക്കൾ എല്ലാ കാര്യങ്ങളും നവമാധ്യമങ്ങളെക്കാൾ ഉപരി എല്ലാ കാര്യങ്ങളും നന്നായി വീക്ഷിക്കുന്നവരാണ്. യുവാക്കൾക്ക് നമ്മുടെ കേരളത്തിൽ ജോലിയില്ല, വിശേഷിച്ച കൊട്ടാരക്കരയിൽ. അവർ വിദേശങ്ങളിലേക്ക് ജോലി തേടി പോകുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമായ ജോലിക്കും പഠനത്തിനാവശ്യമായ സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിലുപരിയായി ഇപ്പം ആതുര സേവന മേഖലയിൽ നമ്മുടെ ETCയുമായി ബന്ധപ്പെട്ട് ധാരാളം പൊതുസ്ഥലങ്ങൾ ഉണ്ട്. ആ പൊതുസ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി അവിടെ നല്ലൊരു ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. തീർച്ചയായും അതുതന്നെയാണ് NDA സ്ഥാനാർത്ഥിയായ രശ്മിക്ക് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ലക്ഷ്യമിടുന്നത്. എസ് സുരേഷ്, ന്യൂസ് 18 കൊല്ലം. പയ്യന്നൂർ മണ്ഡലത്തിലെ തന്റെ സ്ഥാനാർത്ഥിത്വം CPMനെ ഭയപ്പെടുത്തുന്നതായി വി കുഞ്ഞികൃഷ്ണൻ. ഇതേ തുടർന്ന് ബോധപൂർവമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് CPMന്റെ ശ്രമം. സംഘർഷത്തിന്റെ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള നീക്കം LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായും കുഞ്ഞികൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. താൻ ഉന്നയിച്ച വിഷയങ്ങൾ ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സംസ്ഥാനത്താകെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കണ്ണൂരിൽ CPMനെതിരെ വലിയ തോതിൽ ആരോപണം ഉന്നയിച്ച് അതിൽ കൃത്യമായ ഒരു വിശദീകരണം ലഭിക്കാതെ പാർട്ടി വിട്ടുപോയിട്ട് വന്ന വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മത്സരിക്കുമ്പോൾ അത് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഏതായാലും വി കുഞ്ഞികൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നു. എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഇത്? ഇന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ നിന്ന് അനുകൂലമായ നല്ല പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ഒരു വിഷയം തുറന്നു കാട്ടി അങ്ങനെ തന്നെയാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട്? അതെ, ഞാൻ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം വിജയത്തിലെത്തണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടി അനിവാര്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചത്. സുനീഷേട്ട് തൊട്ടു പിന്നാലെ TK ഗോവിന്ദനും വലിയ തോതിൽ പാർട്ടിയെ കാര്യങ്ങൾ പ്രതിരോധത്തിലാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി കൂടിയാണ്. അതെ, ഗോവിന്ദ മാഷ് കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് മത്സരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. കേരളത്തിലാകെ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിയും വർദ്ധിക്കാനാണ് സാധ്യത എന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ആളുകളുടെ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് പാർട്ടി കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണല്ലോ പയ്യന്നൂർ. എങ്ങനെയാണ് അവരിൽ നിന്നുള്ളൊക്കെ ലഭിക്കുന്ന പ്രതികരണം? അല്ല, ഞാൻ പുസ്തകത്തിലൂടെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ.
അതുകൊണ്ട് തന്നെ കളങ്കിതരായ ഒരു വ്യക്തിയെ വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയക്കാൻ പാടില്ല എന്ന ചിന്തയിലും ബോധത്തിലുമാണ് പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് ഒരു മാറി ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പാർട്ടി ഭയപ്പെട്ടിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസമാണ് അങ്ങയുടെ പാർട്ടി ഓഫീസുകൾ ഷെഡുകളൊക്കെ അയച്ച് പരന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നത്. എന്താണ് അത്തരത്തിലൊരു സംഭവത്തിന് കാരണം? അല്ല, ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ ഇവിടെ അന്നൂരിൽ, തൊട്ടടുത്താണ്, അന്നൂരിലൊരു ചുമരെഴുതി രാത്രി 9-9:30 മണിക്കാണ് ഞങ്ങൾ ചുമരെഴുത്ത് നടത്തുന്നത്. ഈ കുഞ്ഞികൃഷ്ണനാണ് ന്യൂസ് 8 സംസാരിച്ചത്. CPM-ന്റെ വലിയ ഭീഷണി തനിക്കുണ്ട്, ചുവരെഴുത്തുകളടക്കം മായ്ക്കുന്ന പശ്ചാത്തലമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസറൊക്കെ നമുക്കറിയാം കുഞ്ഞികൃഷ്ണന്റെ മാറ്റി നിർത്തേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഇന്നലെയാണ് ന്യൂസ് 18 സർവേ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ പുറത്തുവിട്ടത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയും UDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് സർവേ ഫലമായി പുറത്തുവരുന്നത്. പോൾ വൈബ് സർവേയിലാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് നേരിയ മുൻതൂക്കമുണ്ടെന്നും അഭിപ്രായ സർവേ പറയുന്നു. 69 മുതൽ 74 വരെ സീറ്റുകൾ LDF നേടാമെന്നും 64 മുതൽ 70 വരെ സീറ്റുകൾ UDF-ന് ലഭിക്കാമെന്നുമാണ് സർവേ. 3 സീറ്റുകൾ വരെ NDA-ക്ക് ലഭിക്കാം എന്നും സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയായിരുന്നു. വളരെ മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് 32.8% ആളുകൾ മാത്രമാണ്. മികച്ചത് എന്ന് 7.3% ആളുകൾ അഭിപ്രായപ്പെട്ടു. ശരാശരി എന്ന് അഭിപ്രായപ്പെട്ടത് 12.3%. മോശം എന്ന് പറഞ്ഞത് 18.9%. വളരെ മോശമെന്ന് അഭിപ്രായപ്പെട്ട 20% ആളുകളും ഉണ്ട്. സർവേയിൽ പങ്കെടുത്ത 29.2% ആളുകളും പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകണം എന്ന് അഭിപ്രായപ്പെട്ടു. 29.2 ആണെങ്കിൽ സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ടത് 29% ആളുകളാണ്. കേവലം 0.2% വ്യത്യാസം മാത്രമാണ് സതീശനും പിണറായിയും തമ്മിലുള്ളത്. 10.8% ആളുകൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരും പറഞ്ഞു. മറ്റ് നേതാക്കളുടെ പേരുകളൊക്കെ 10% താഴെയാണ് വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന ചോദ്യത്തിനുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. തൊഴിലില്ലായ്മയാണ് 15.6% ആളുകളും ചൂണ്ടിക്കാണിച്ചത്. വികസനമില്ലായ്മ 3.9% ആളുകൾ ചൂണ്ടിക്കാണിച്ചു. ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് 9.3% ആളുകളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലാണ് 4.3% ആളുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. വർഗീയ ധ്രുവീകരണം 5.4%, വിലക്കയറ്റം 19.7% ആളുകളുടെയും കൺസേണാണ്. മദ്യവും മയക്കുമരുന്നും 12.7% ആളുകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് 14.3% ആളുകൾ മാത്രമാണ്. അതേസമയം 9.8% ആളുകൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ലതാനും. 41.6% പേർ LDF ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന മുന്നണിയാകുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 41% ആളുകളും അഭിപ്രായപ്പെട്ടത് UDF ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടും. അതായത് 0.6% ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസമായി വന്നിരിക്കുന്നത്. 10.1% ആളുകൾ NDA-യ്ക്കും സാധ്യത കൽപ്പിച്ചു. ആർക്കും ഭൂരിപക്ഷമുണ്ടാകില്ല എന്ന് 1.5% ആളുകൾ പറഞ്ഞു. 6 സിറ്റിംഗ് MLA, ഇതാണ് ആറാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. സിറ്റിംഗ് MLA-ക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത എത്ര എന്നുള്ളതാണ്. അത് വളരെ കൂടുതലെന്ന് 39.7% ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ അതേ പാർട്ടിയിൽ നിന്നുള്ള മറ്റൊരാൾ എന്നുള്ളത് 23.4% ആളുകളുടെ അഭിപ്രായമായിരുന്നു. ചിലപ്പോൾ 5.3% ആളുകൾ ചിലപ്പോൾ ചെയ്തേക്കാം എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു. ചെയ്യില്ല എന്ന് പറഞ്ഞത് 18.8% ആളുകളാണ്. അഭിപ്രായമില്ല എന്ന് പറഞ്ഞവരാകട്ടെ 12.8% ആളുകൾ. കോൺഗ്രസിന് കേരളത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്ത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമുണ്ടായിരുന്നു. വിഭാഗീയത എന്നാണ് 45% ആളുകൾ അഭിപ്രായപ്പെട്ടത്. വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലെ പരാജയം 8.4%,
അമിത ആത്മവിശ്വാസം 2.8%, ക്രിസ്ത്യൻ വോട്ട് ബെൽറ്റിലെ സ്വാധീന നഷ്ടം 4.6%, മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനോടുമുള്ള അമിത വിധേയത്വം 9.8% ആളുകളുടെയും കൺസേണാണ്. മറ്റൊന്ന്, BJPയുടെ വികസനത്തിന് അല്ലെങ്കിൽ വികാസത്തിന് തടസ്സമാകുന്നത്, പ്രതിബന്ധമാകുന്നത് എന്ത് എന്ന ചോദ്യത്തോട് ഇങ്ങനെയായിരുന്നു പ്രതികരണം. CPM-നുള്ള ഹിന്ദു പാർട്ടി ഇമേജ് എന്നത് പറഞ്ഞത് 19.8% ആളുകൾ ആണ്. വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലെ വീഴ്ച എന്ന് പറഞ്ഞത് 5.9% ആളുകളാണ്. കൂടിയ ന്യൂനപക്ഷ ജനസംഖ്യ എന്നുള്ളത് 10%, 6%-ന്റെ കൺസേണാണ്. കേരളത്തിലെ ജനങ്ങളെയും ചരിത്രവും തിരിച്ചറിയുന്നതിലെ പോരായ്മ എന്ന കാര്യത്തിലാണ് കൂടുതൽ മേൽക്കോയ്മ വന്നത്. അത് 30.9% ആളുകൾക്ക് അവരുടെ കൺസേണായി അത് വരികയും ചെയ്തു. ഇതൊക്കെയാണ് ന്യൂസ് 18 പുറത്തുവിട്ട സർവേ ഫലത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ. മറ്റു വാർത്തയിലേക്ക് പോകണം. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട 6 പള്ളികളുടെ കാര്യത്തിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ ദിവസം വിധി ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഇന്നേക്ക് മാറ്റുകയായിരുന്നു. മതവിഭാഗത്തിലെ തർക്കം പരിഹരിക്കാൻ പള്ളികൾ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം നൽകാൻ കോടതികൾക്ക് കഴിയുമോ എന്നതിലും ഡിവിഷൻ ബെഞ്ച് വിധി പറയും. ഇരു സഭകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഹൈക്കോടതി മുന്നോട്ട് വച്ചേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നവമി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇത് വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളായി നിൽക്കുന്ന തർക്കമാണ്. അതിൽ ഒരു പരിഹാരം സംഭവിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വരിക എന്ന് പറയുന്നത് നിർണായകം തന്നെയാണ്, സംശയമില്ല. രഞ്ജിത്ത്, ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയായിരിക്കും ഈ പള്ളിത്തർക്കത്തിൽ, ഈ പള്ളി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യാക്കോബായ സഭയും അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള തർക്കം അത് വർഷങ്ങളായി നിലനിൽക്കുകയാണ്. അതിലൊരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയായിരിക്കും ആ വിധി ഉണ്ടാകുക. സാധാരണ നമുക്കറിയാം, ഈ പള്ളി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ, പോലീസിന്റെ അടക്കം പോലീസ് അവിടെ എത്തി വലിയ സുരക്ഷയിലൊക്കെയാണ് പള്ളികൾ സാധാരണ ഈ പള്ളിയിലെ വിശ്വാസികൾ തമ്മിലുള്ള ഒരു തർക്കത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ക്രമസമാധാന നില തകർന്ന തലത്തിലേക്കാണ് പലപ്പോഴും ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭയിലെ പള്ളിത്തർക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വർഷങ്ങളായി തന്നെ കോടതിയിൽ അതിന്റെ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലായിരുന്നു കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഈ 6 പള്ളികളും പൂട്ടി അതിന്റെ താക്കോല് ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കണമെന്നൊരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. പക്ഷേ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു വിശ്വാസികൾ. അപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരം നിർണായകമായിട്ടൊരു ചോദ്യം ചോദിച്ചത്. അതെങ്ങനെയാണ് ഈ പള്ളികളുടെ ഉടമസ്ഥതാവകാശം അല്ലെങ്കിൽ ഈ പള്ളികൾ പൂട്ടി സർക്കാരിന് എങ്ങനെയാണ് അത് ഏറ്റെടുക്കാൻ കഴിയുക എന്നൊരു നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയോട് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനെ കുറച്ചുകൂടി ഇത്തരത്തിൽ ഈ സർക്കാർ ഏറ്റെടുക്കുന്നതിലെ അത് നടപടിയാകുമെന്ന് തോന്നുന്നില്ല, മറ്റൊരു വിധി പുറപ്പെടുവിക്കുക, കുറച്ചുകൂടി ഈ വിഷയത്തെ എങ്ങനെ രമ്യമായി പരിഹരിക്കാൻ കഴിയും എന്ന് ആലോചിക്കുക എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് സുപ്രീം കോടതി നൽകുകയും ചെയ്തു. അതിനെ തുടർന്നുള്ള വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഹൈക്കോടതിയിൽ നടന്നിരുന്നു. അതിനൊടുവിലാണ് ഇന്ന് വൈകിട്ടോടു കൂടി ഇതിൽ വിധി ഉണ്ടാകുക. എന്താകും ആ വിധി എന്ന് ഉറ്റുനോക്കുകയാണ്. കാരണം ഈ പള്ളികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാക്കോബായ സഭയുടെ 6 പള്ളികളാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണം എന്നൊരു നിർദ്ദേശമുള്ളത്. പക്ഷേ ഇതിലെന്തായിരിക്കും ഇന്നത്തെ വിധി എന്നതാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ക്രമസമാധാന നില തകിടമറിയുന്ന ഒരു സാഹചര്യം കൂടി മുന്നിൽ നിൽക്കുന്നതിനാൽ ഇതിലെന്തായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ആ നിർണായകമായിട്ടുള്ള ഉത്തരവ് എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി വളരെ പ്രധാനപ്പെട്ട തർക്കത്തിലാണ് കോടതി വിധിയോടെ പരിഹാരമാകേണ്ടത്. നമുക്കിനി ന്യൂസ് 8 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള ആരോണിന്റെ പിറന്നാളാണ് ഇന്ന്. അച്ഛൻ സജിയും അമ്മ അനിലയും ആരോണിന് ആശംസകൾ നേരുകയാണ്. കുഞ്ഞ് ആരോണിന് ന്യൂസ് 18-ന്റെയും ബർത്ത്ഡേ വിഷസ്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ക്യാമറാമാൻ അരുണിന്റെ ജന്മദിനമാണ് ഇന്ന്. തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ക്യാമറാമാനാണ്. തിരക്കിലാണ് അരുണുള്ളത്. ഇതിനിടയിലും ജന്മദിനം ആഘോഷിക്കട്ടെ അരുൺ. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ അരുണിന്. ഒപ്പം ഞങ്ങളുടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ ഷിജു ചവറ എന്നറിയപ്പെടുന്ന ഷിജുവിൻ്റെ ന്യൂസ് 18-ലെ മുൻ സഹപ്രവർത്തകൻ, ക്യാമറാമാനായിരുന്നു. ഷിജുവിൻ്റെ പിറന്നാളാണ് ഇന്ന്. ഷിജുവും തെരഞ്ഞെടുപ്പ് തിരക്കുമായി ബന്ധപ്പെട്ട വലിയ ഓട്ടത്തിലാണ്. ഷിജുവിനും എല്ലാ ആശംസകളും നേരുകയാണ്. നമുക്കിനി രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്താണ് കേരളം. യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളുമുണ്ട്. വരും മണിക്കൂറുകളിലും അത് തുടരും. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.